നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇങ്ങെത്തിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം കുറെ ആശങ്കകൾക്ക് ശേഷം മാറ്റമില്ലാതെ തന്നെ തുടരുന്നു. ഇനിയുള്ളത് ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ്. എന്നാൽ നിലവിൽ കേരളത്തിൽ നിന്നുള്ളവർ ലോക്സഭയിൽ മികച്ച രീതിയിൽ തന്നെയാണ് പ്രകടനം കാഴ്ചവെച്ചത് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാവില്ല. ലോക്സഭയിലെ സഭാ നടപടികൾ, ചർച്ചകൾ, അവരുടെ അറ്റൻഡൻസ് എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ തന്നെയുണ്ട്. നിലവിലെ കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഒരുപാട് പരാതികളൊന്നും തന്നെ ഇല്ലാതെ തന്നെയാണ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത്. ചില കല്ലുകടികൾ ഇല്ല എന്ന് പറയാൻ കഴിയില്ല. 15 സെക്ഷനുകളിലായി ആകെ 274 ദിവസമാണ് 17ാം ലോക്സഭ സമ്മേളിച്ചത്. അംഗങ്ങളുടെ ഹാജർ നിലയിൽ ദേശീയ ശരാശരിക്ക് മുകളിലാണ് കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ ഹാജർ. ദേശീയ ശരാശരി 79% കേരളത്തിൽ നിന്നുള്ള എംപിമാരുടേത് 83%. കണ്ണൂർ എം പി ആയിട്ടുള്ള കെ സുധാകരനും വയനാട് എം പി രാഹുൽ ഗാന്ധിയുമാണ് കേരളത്തിൽ നിന്നുള്ള എംപിമാരിൽ കുറഞ്ഞ ഹാജർ നിലയുള്ളത്. സുധാകരന് 50%വും രാഹുൽ ഗാന്ധിക്ക് 51%വുമാണ് ഉള്ളത്. 17ാം ലോക്സഭയിൽ ആകെ 221 ബില്ലുകളാണ് പാസാക്കിയത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, മുത്തലാഖ് നിരോധന നിയമം, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനം സംബന്ധിച്ച നിയമം, പുതിയ ക്രിമിനൽ കോഡുകൾ, വനിതാ സംവരണ നിയമം തുടങ്ങിയ പ്രധാനപ്പെട്ട നിയമങ്ങൾ ഈ ലോക്സഭയിലാണ് പാസാക്കിയത്. ഇതിൽ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ ആകെ 302 നിയമനിർമ്മാണ ചർച്ചകളിലാണ് പങ്കെടുത്തത്. ഇതിനൊക്കെ പുറമെ ചർച്ചകളിൽ പങ്കെടുത്തതിൽ ഏറ്റവും മുൻപിൽ NK പ്രേമചന്ദ്രൻ തന്നെയായിരുന്നു. ET മുഹമ്മദ് ബഷീർ, ശശി തരൂർ എന്നിവരുമുണ്ട്. കേരളത്തിൽ നിന്നുള്ള രാഹുൽ ഗാന്ധി പക്ഷേ ഇക്കാര്യത്തിലും പിന്നിൽ തന്നെയായിരുന്നു. ചോദ്യങ്ങൾ ചോദിക്കുന്നതിലും പ്രമേയങ്ങൾ കൊണ്ടുവരുന്നതിലും കേരളത്തിൽ നിന്നുള്ള എംപിമാർ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. 17ാം ലോക്സഭയിലെ ചോദ്യങ്ങളുടെ ദേശീയ ശരാശരി 210 ആയിരുന്നുവെങ്കിലും കേരളത്തിന്റേത് 268 ആണ്. 5346 ചോദ്യങ്ങൾ ഉന്നയിച്ച കേരളത്തിന് മുൻപിലുള്ളത് മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങൾ മാത്രമായിരുന്നു. ചോദ്യങ്ങൾ ചോദിച്ചതിൽ മുൻപിൽ അടൂർ പ്രകാശും ആന്റോ ആന്റണിയും ബെന്നി ബെഹനാനുമാണ്. ജനങ്ങളെ ബാധിക്കുന്ന അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ സർക്കാരിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് നിരവധി അവസരങ്ങളുണ്ട്. ഇവയിൽ പ്രധാനപ്പെട്ടവയാണ് ശൂന്യവേള ചർച്ച, ചട്ടം 377, ചട്ടം 193 പ്രകാരമുള്ള പ്രമേയങ്ങളും ചർച്ചകളും. ഇവയിലെല്ലാം കേരള എംപിമാരുടെ പ്രകടനം ദേശീയ ശരാശരിയേക്കാൾ മുന്നിൽ തന്നെയായിരുന്നു. ഇക്കാര്യത്തിൽ പ്രേമചന്ദ്രനും കൊടിക്കുന്നിൽ സുരേഷും മെച്ചപ്പെട്ട പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. ഓരോ വർഷവും 5 കോടിയാണ് പ്രാദേശിക വികസന ഫണ്ട് എന്ന നിലയിൽ ഓരോ എംപിമാർക്കും കിട്ടിയിരുന്നത്. കോവിഡ് മൂലം ആദ്യ 2 വർഷം ഈ തുക 2 കോടിയായി ചുരുക്കിയിരുന്നു. അതിനാൽ ഈ ലോക്സഭയിൽ 17 കോടി മാത്രമായിരുന്നു അംഗങ്ങൾക്ക് കിട്ടിയത്. ഇത് ചിലവഴിക്കുന്നതിൽ കേരളത്തിൽ നിന്നുള്ള ചില എംപിമാർ നിരാശപ്പെടുത്തിയിരുന്നു. 5 എംപിമാർ മാത്രമാണ് ഈ തുക ഫലപ്രദമായി വിനിയോഗിച്ചിട്ടുള്ളത്. കൊടിക്കുന്നിൽ സുരേഷ്, ഡീൻ കുര്യാക്കോസ് തുടങ്ങിയ എംപിമാരാണ് ഫണ്ട് ചിലവഴിക്കുന്നതിൽ ഏറ്റവും പിന്നിലായത്. അടൂർ പ്രകാശ്, AM ആരിഫ്, തോമസ് ചാഴിക്കാടൻ, ശശി തരൂർ, രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങിയവരാണ് ഫണ്ട് വിനിയോഗത്തിൽ ഏറ്റവും മുന്നിൽ നിന്നത്. വികസന ഫണ്ടായി 17 കോടി രൂപ ലഭിച്ചതിൽ കൂടുതൽ ചെലവഴിച്ചത് തോമസ് ചാഴിക്കാടനാണ്. അദ്ദേഹത്തിന്റെ ഫണ്ടിൽ ഇനി ബാക്കിയുള്ളത് 2 ലക്ഷം രൂപ മാത്രമാണ്. ശശി തരൂർ 4 ലക്ഷമേ ഇനി ചെലവഴിക്കാനുള്ളൂ. അടൂർ പ്രകാശ് 11 ലക്ഷം, രാജ്മോഹൻ ഉണ്ണിത്താൻ 28, കെ മുരളീധരൻ 75 ലക്ഷവും, AM ആരിഫ് 76 ലക്ഷവും, ആന്റോ ആന്റണി 85 ലക്ഷവും, ബെന്നി ബെഹനാൻ 91 ലക്ഷം എന്നിങ്ങനെയാണ് ഫണ്ടിൽ കുറച്ചു മാത്രം ബാക്കിയുള്ള എംപിമാർ. ചിലവഴിക്കാത്ത തുക ഏറ്റവും കൂടുതൽ എംപിമാരിൽ കൊടിക്കുന്നിൽ സുരേഷാണ് മുന്നിൽ.